തമിഴ് സിനിമാ ലോകം വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃഷയാണ് ഇത്തരം വിവാദ വാർത്തകളിലെ ഒരു നായിക. തെന്നിന്ത്യൻ സിനിമയിൽ ഇന്ന് നിറസാന്നിധ്യമായി നിൽക്കുന്ന താരമാണ് തൃഷ കൃഷ്ണൻ. എങ്കിലും തൃഷയ്ക്ക് പിന്നാലെയുള്ള വിവാദങ്ങൾക്ക് കുറവില്ല. എന്നാൽ വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും അത്തരം വിഷയങ്ങളൊന്നും തന്നെ ബാധിക്കില്ലെന്ന രീതിയിൽ തന്നെയാണ് തൃഷ തന്റെ ജോലിയുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിനിടയിൽ വലിയൊരു ആരോപണം കൂടെ തൃഷയ്ക്കെതിരെ ഉയർന്നിട്ടുണ്ട് എന്ന തരത്തിലും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തമിഴ് നടൻ ശ്രീകാന്താണ് തൃഷയ്ക്കെതിരെ എത്തിയിട്ടുള്ളത്. ശ്രീകാന്തിന്റെ അഭിമുഖത്തിൽ ഒരു ഭാഗം മാത്രമാണ് പ്രചരിക്കുന്നത്. ശ്രീകാന്തിന്റെ കുടുംബം തൃഷ നശിപ്പിക്കുന്നുവെന്നാണ് ശ്രീകാന്ത് ആരോപിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീകാന്തും തൃഷയും ഏറെ നാളുകളായി സുഹൃത്തുക്കളാണ്. തമിഴിൽ മനസ്സെല്ലാം എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്തിടെയാണ് ശ്രീകാന്ത് ഒരു അഭിമുഖത്തിനിടെ തൃഷ തന്റെ കുടുംബം നശിപ്പിക്കുന്നുവെന്ന് പറഞ്ഞത്. തൃഷ തന്റെ ഭാര്യയെ വിളിച്ച് അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നുവെന്നാണ് ശ്രീകാന്ത് പറയുന്നത്. 2007 ശ്രീകാന്തും വന്ദനയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അതിനു മുൻപ് തന്നെ തൃഷയും വന്ദനയും സുഹൃത്തുക്കളാണ്. ശ്രീകാന്തിന്റെ ഭാര്യ വന്ദനയെ ഒരു ദിവസം തൃഷ ഫോൺ ചെയ്ത് ശ്രീകാന്ത് നല്ല വ്യക്തിയല്ല എന്നും അയാൾക്ക് ഇംഗ്ലീഷ് പോലും മര്യാദയ്ക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞുവെന്നും മാത്രമല്ല ശ്രീകാന്ത് അയാളുടെ നല്ല സുഹൃത്തിനെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുകയാണെന്നും തൃഷ പറഞ്ഞുവെന്നും അഭിമുഖത്തിൽ ശ്രീകാന്ത് പറയുന്നുണ്ട്. ഉടനെ തന്നെ ഇക്കാര്യം വന്ദന ശ്രീകാന്തിനെ അറിയിച്ചതായും എന്നാൽ പിന്നീടാണ് മനസ്സിലായത് തൃഷ ഇവരെ രണ്ടുപേരെയും പ്രാങ്ക് ചെയ്യുകയായിരുന്നുവെന്നും ശ്രീകാന്ത് പറയുന്നു. ഇതിന്റെ ഭാഗമായാണ് ശ്രീകാന്ത് തൃഷയ്ക്കെതിരെ ഇത്തരമൊരു ആരോപണം നടത്തിയതെന്നാണ് പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ. സത്യത്തിൽ ഇത് അഭിമുഖത്തിലെ തമാശ നിറഞ്ഞൊരു സംസാരമായിരുന്നു. ശ്രീകാന്തും തൃഷയും നല്ല സുഹൃത്തുക്കളാണ്. മനസ്സെല്ലാം എന്ന ചിത്രത്തിന്റെ ഭാഗമാകുന്നതിന് മുൻപ് തന്നെ ഇവർ ഒരുമിച്ച് ഫാഷൻ ഷോകളും ചെയ്തിട്ടുണ്ട്. സിനിമയിൽ വരുന്നതിന് മുന്നേ തനിക്ക് തൃഷയെ അറിയാമെന്നും തൃഷ സിനിമയിൽ വരണമെന്ന് താൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നും ശ്രീകാന്ത് അഭിമുഖത്തിൽ പറയുന്നുണ്ട്. തനിക്ക് തൃഷയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പണ്ട് തൃഷ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. തൃഷയ്ക്ക് ഒരു മാറ്റവുമില്ല എന്നും അഭിമുഖത്തിൽ ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്തായാലും ശ്രീകാന്ത് തൃഷയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഭാഗം അടർത്തിയാണ് കോളിവുഡിൽ ചർച്ചകൾ നടക്കുന്നത്. അതേസമയം വിജയും നടി തൃഷയും തമ്മിലുള്ള ബന്ധമാണ് നിലവിൽ സോഷ്യൽ മീഡിയയിലെ ചൂടേറിയ ചർച്ച. വിജയുടെ ജന്മദിനത്തിൽ ലിഫ്റ്റിനുള്ളിൽ നിന്നുള്ള മിറർ സെൽഫി ഫോട്ടോ തൃഷ പങ്കുവച്ചത് വലിയ ചർച്ചയായിരുന്നു. പിന്നാലെ ഇരുവരും പലപ്പോഴും ഒരുമിച്ചാണ് എന്ന അഭ്യൂഹങ്ങളും അതിന് ചില തെളിവുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇരുവരും ഒന്നിച്ച് വിദേശയാത്രകൾ ചെയ്യാറുണ്ടെന്ന അഭ്യൂഹങ്ങളാണ് എത്തിയത്. എന്നാൽ ഈ അഭ്യൂഹങ്ങളോട് തൃഷയോ വിജയോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. 2002 പുറത്തിറങ്ങിയ മൗനം പേസിയതേ എന്ന ചിത്രത്തിലൂടെയാണ് നായിക വേഷത്തിൽ തൃഷ എത്തുന്നത്. അതിനുശേഷം പിന്നീട് ചെയ്ത എല്ലാ വേഷങ്ങളും നായിക പ്രാധാന്യമുള്ളതായിരുന്നു. ഇടയ്ക്ക് കൊടി എന്ന ചിത്രത്തിലൂടെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രവുമായും തൃഷ എത്തി. തമിഴിലും തെലുങ്കിലും ഒരുമിച്ച് റിലീസ് ചെയ്ത ബൈലിംഗൽ ചിത്രം എനക്ക് 20 ഉനക്ക് 18 എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും തൃഷ തിളങ്ങി. പിന്നീട് വർഷം എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലെ ടോപ്പ് നായികമാരിൽ ഒരാളായി. അതിനുശേഷം മലയാളം, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലും തൃഷ അഭിനയിച്ചു. റോജാക്കൂട്ടം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീകാന്ത് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അതിനുശേഷം പാർത്ഥിപൻ കനവ്, ബോസ്, കനാകണ്ഠൻ തുടങ്ങിയ നിരവധി ചിത്രങ്ങളാണ് ശ്രീകാന്തിൻ്റെതായി റിലീസ് ചെയ്തത്. തമിഴിന് പുറമെ തെലുങ്കിലും മലയാളത്തിലും ശ്രീകാന്ത് അഭിനയിച്ചിട്ടുണ്ട്. ശ്രീകാന്തും വന്ദനയും പ്രണയിച്ച് വിവാഹിതരായവരാണ്. ഇരുവർക്കും 2 മക്കളുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.